ഷോ അമ്മയും പഠിപ്പ് തുടങ്ങിയോ? ഈ ആഴ്ച ഞങ്ങളുടെ വിശുദ്ധന്റെ തിരുനാളല്ലേ, വിശുദ്ധനെ കുറിച്ച് കൂടുതൽ വായിച്ചു പഠിക്കുക. ഏത് വിശുദ്ധൻ? മോളെ, അത് മത അധ്യാപകരുടെ മധ്യസ്ഥനായ വിശുദ്ധ ചാൾസ് ബൊറോമിയാണ്. ആ വിശുദ്ധനെ പറ്റി അധികം ഞാൻ കേട്ടിട്ടില്ലല്ലോ. വാ മോളെ, ടീച്ചർ പറഞ്ഞുതരാം. 1538 ഒക്ടോബർ 2 ഇറ്റലിയിലെ മിലാനിനാണ് നമ്മുടെ വിശുദ്ധൻ ചാൾസ് ബൊറോമിയോ ജനിച്ചത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം ദരിദ്രരോട് വളരെ ദയയുള്ളവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അമ്മാവനില്ലേ, അദ്ദേഹം ഒരു കാർഡിനലായിരുന്നു. അദ്ദേഹം 1559 4-ാം പിയൂസ് മാർപ്പാപ്പയായി അധികാരമേറ്റു. തൻ്റെ 25-ാമത്തെ വയസ്സിൽ ചാൾസ് ഉണ്ടല്ലോ, നമ്മുടെ കൊച്ചച്ഛനെ പോലെ ഒരു പുരോഹിതനായി. പിന്നെ ആ വർഷം തന്നെ അദ്ദേഹം ബിഷപ്പായി. അതെങ്ങനെയാ ടീച്ചറെ അത്രയും പെട്ടെന്ന് ബിഷപ്പായേ? അദ്ദേഹത്തിൻ്റെ ബുദ്ധിസാമർഥ്യം കൊണ്ട് തന്നെ. അദ്ദേഹത്തിനുണ്ടല്ലോ വത്തിക്കാനിൽ പല ഉദ്യോഗങ്ങളും ചെയ്ത് നല്ല പരിചയവും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ട് അദ്ദേഹത്തെ പെട്ടെന്ന് ബിഷപ്പാക്കി. അദ്ദേഹം ധാരാളം സെമിനാരികൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ സെമിനാരി വിദ്യാർത്ഥികളുടെ പരിശീലനം പരിഷ്കരിക്കുകയും ചെയ്തു. ജനങ്ങളുടെ മനസ്സ് മാറണമെങ്കിൽ വൈദികർ മാതൃകാ ജീവിതം നയിക്കണമെന്നും പാവങ്ങളോട് കരുതലുള്ളവരായിരിക്കണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. 16-ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലാകെ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ അദ്ദേഹം എന്താ ചെയ്തതെന്നറിയോ? സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ അവരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്തു. എന്തിട്ടാ ഈ പ്ലേഗ്? പ്ലേഗ് എന്ന് പറഞ്ഞാലേ നമ്മുടെ ഇവിടെ കൊറോണയൊക്കെ വന്നില്ലേ, അതുപോലെ എലിപ്പനി പടർന്നു പിടിച്ചതാണ് കേട്ടോ. അദ്ദേഹം വിവിധ സംഘടനകൾ രൂപീകരിച്ച് ക്രിസ്തീയ വിശ്വാസം അവരെ പഠിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ കഠിനമായ അധ്വാനം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തെ തകർത്തു. 46-ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. 1610 നവംബർ 1 ചാൾസ് ബൊറോമിയോയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. എനിക്കും വലുതാകുമ്പോൾ കാറ്റീസം പഠിപ്പിക്കണം. മോള് നന്നായിട്ട് വിശുദ്ധനോട് പ്രാർത്ഥിക്കട്ടോ. നമ്മുടെ വിശുദ്ധൻ എല്ലാം നമുക്ക് സാധിച്ചു തരും.